Hi friends, welcome back to my YouTube channel AJ Eduon Tech. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരു ഓൺലൈൻ ക്വിസ് തയ്യാറാക്കുക എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്, അങ്ങനെ പലതും നടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഒരു ക്വിസ് ഓൺലൈൻ നടത്തിക്കൂടാ? അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ഫോം. ഗൂഗിൾ ഫോമിൽ ക്വിസ് നടത്തുന്നതിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും അറിയാനായി എൻ്റെ വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി പോസ്റ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക്. ഗൂഗിൾ ഫോം ഉണ്ടാക്കാൻ ആദ്യമായി ആവശ്യമുള്ളത് ഒരു സെർച്ച് എഞ്ചിനാണ്. ഞാനിവിടെ മോസില്ല ഫയർഫോക്സ് ആണ് എടുക്കുന്നത്. മോസില്ല ഫയർഫോക്സിൽ forms.google.com എന്ന് സെർച്ച് ചെയ്യുക. തുറന്നു വരുന്ന വിൻഡോയിൽ നമുക്ക് സൈൻ ഇൻ ചോദിച്ച് ലോഗിൻ ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ID യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. ഞാൻ എൻ്റെ ഇമെയിൽ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്തു. ഇതിൽ പാസ്വേഡ് അടിക്കാൻ പറയും, പാസ്വേഡും അടിക്കുക. തുറന്നു വരുന്ന വിൻഡോ ഡയറക്റ്റായിട്ട് ഒരു ഫോം ഓപ്പൺ ആയിട്ടാണ് വരിക. ഇനി ഓൾറെഡി സൈൻ ഇൻ ചെയ്തവരാണെങ്കിൽ അവർക്ക് സാധാ നേരത്തെ ചെയ്ത ഓൾറെഡി ഓപ്പൺ ചെയ്യാതെ ഇങ്ങനെ ആയിരിക്കും വരിക. ഇതിൽ ജസ്റ്റ് ബ്ലാങ്ക് എന്ന ഭാഗം സെലക്ട് ചെയ്താൽ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ഓപ്പൺ ആവുന്നതാണ്. ഇതന്നെയാണല്ലോ നേരത്തെ നമുക്ക് കിട്ടിയത്. ഈ ചെയ്തതിൽ ഫസ്റ്റ് തന്നെ ഹെഡിങ് കൊടുക്കണം. എന്തിൻ്റെ ക്വിസാണ്, അങ്ങനെ ഏത് ക്വിസ് എന്തിനെ കുറിച്ചിട്ടാണെന്നുള്ളത് ജസ്റ്റ് ഒരു ഹെഡിങ്. ഞാൻ എൻ്റെ ഹെഡിങ് കൊടുത്തു. അപ്പോൾ ഹെഡിങ് കൊടുത്തു. ഇനി അതിൻ്റെ അടിയിലെ ഡിസ്ക്രിപ്ഷൻ, അതായത് എന്തിനെ കുറിച്ചിട്ടാണെന്നുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അടിയിലാണ്. ആരാ നടത്തുന്നത്, അങ്ങനെ എന്തിനെ കുറിച്ചിട്ടാണെങ്കിൽ അത് പറയും. ഞാൻ എൻ്റെ പേരാണ് ഇവിടെ കൊടുക്കുന്നത്. എൻ്റെ പേരും കൊടുത്തു. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ എന്തെങ്കിലും ക്വിസ്, ഇപ്പം ഒരു കുട്ടിക്കാണ്, ഒരു സ്കൂൾ കുട്ടിക്കാണ് ഇത് അയക്കുന്നതെങ്കിൽ ആ സ്കൂൾ കുട്ടിയുടെ പേരറിയണം, ക്ലാസ് ഏതാണെന്നറിയണം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നെയിം എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ആ കുട്ടി ഏത് ക്ലാസ്സിലാണെന്നത് അറിയണമല്ലോ, അല്ലെങ്കിൽ കുട്ടിയുടെ പേര്. അപ്പോൾ നെയിം എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു നെയിമായിട്ട് കൊടുക്കുക. ഇതിന് മലയാളത്തിലും കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ അടുത്ത മലയാളത്തിൽ കൊടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ഷോർട്ട് ആൻസർ പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് വരിക. ഇതിൽ ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് പറഞ്ഞാൽ നമുക്ക് ഏതാ ഒരു ഓപ്ഷൻ മാതിരി കൊടുക്കുക, അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ, പേരിനൊക്കെ ഷോർട്ട് ആൻസർ കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഈ കുട്ടി ഇത് ചെയ്യണം നിർബന്ധിക്കുകയാണ്, അതായത് ഈ കുട്ടിക്ക് പേരടിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഓപ്ഷൻ വെക്കുകയാണെങ്കിൽ റിക്വയർഡ് എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ കുട്ടിക്ക് പേരടിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ എന്തിനെ കുറിച്ച് അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനായി ഇവിടെ ആഡ് ക്വസ്റ്റ്യൻസ്, ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൽ തുറന്നു വരുന്ന ഇതിൽ അടുത്ത ക്ലാസ് ഏതാണെങ്കിൽ അത് മലയാളത്തിൽ അടിക്കാം. ക്ലാസ് എന്നടിച്ചു. ഇതിൽ ഓപ്ഷൻസ്, ഇപ്പോൾ ഫസ്റ്റ് 1 മുതൽ 4 വരെയുള്ള കുട്ടികൾക്കാണ് നടത്തുന്നതെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ 1 എന്ന് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക്. ആഡ് ഓപ്ഷൻ, നെക്സ്റ്റ് ഓപ്ഷൻ ആഡ് ഓപ്ഷൻ എന്ന് കൊടുത്തിട്ട് 2, അടുത്ത ഓപ്ഷൻ 3, അങ്ങനെ ഇപ്പോൾ 3 വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ 3 ക്ലാസ് ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, എപ്പോഴും സെലക്റ്റഡ് ആയി കിടക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാതെ അടുത്തതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് റിക്വയർഡ് എപ്പോഴും എനേബിൾ ചെയ്യുക. ഇനി ഇതിൽ ഷഫിൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ക്ലാസ് ഓർഡർ വൈസ് ആണല്ലോ കിടക്കേണ്ടത്. അതുകൊണ്ട് ഷഫിൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷൻ വേണ്ട. ഞാൻ നെക്സ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്തെങ്കിലും, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ അടിക്കുകയാണ്. ഇംഗ്ലീഷിലാണ് അടിക്കുന്നത്. Who is the father of
our nation. എൻ്റെ ക്വസ്റ്റ്യൻ റെഡിയായി, ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. എന്നിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ഉത്തരമായി കൊടുക്കണമെന്നില്ല, ഓപ്ഷൻ എങ്ങനെ വേണമെങ്കിലും കൊടുത്താലും അത് ഷഫിളാവുന്നതാണ്. ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ കൊടുക്കുന്നത് ഉത്തരം തന്നെ ആയിക്കോട്ടെ, മഹാത്മാഗാന്ധി എന്ന്. ഗാന്ധി എന്ന് കൊടുത്തു. നെക്സ്റ്റ് ഓപ്ഷൻ നെഹ്റു. അങ്ങനെ പലവിധ ഓപ്ഷൻസും മാറി മാറി കൊടുക്കുന്നതാണ്. നെഹ്റു. നെക്സ്റ്റ് ഓപ്ഷൻ 2 ഓപ്ഷനാണ് വേണ്ടിച്ചെങ്കിൽ 2 ഓപ്ഷൻ, 3 ഓപ്ഷൻ, അങ്ങനെ എത്ര ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ 2 ഓപ്ഷനാണ് കൊടുക്കുന്നത് ഇതിൽ. ഇനി ഇത് കുട്ടിക്ക് ഇത് ചെയ്യണം നിർബന്ധമാണെങ്കിൽ റിക്വയർഡ് ഓൺ ആക്കിയിടുക. ആ കുട്ടി അത് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഈ റിക്വയർഡ് ഓൺ ആക്കിയിട്ട ഒരു കുട്ടിയും ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യുന്നതല്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ഈസ് our first prime minister എന്ന് കൊടുത്തു, ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. ഇനി ഓപ്ഷൻസിൽ ഞാൻ നേരത്തെ അതേ ഓപ്ഷൻസ് തന്നെ ഗാന്ധി, നെഹ്റു എന്ന് തന്നെ ഞാൻ കൊടുക്കുന്നു. ഗാന്ധി. നെക്സ്റ്റ് ഓപ്ഷൻ നെഹ്റു. ഇത് രണ്ടും കൊടുത്തു. ഇനി വേണമെങ്കിൽ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററുടെ പേരോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഓപ്ഷൻസ് പല തരത്തിൽ കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് തെറ്റടിച്ച് കളഞ്ഞു. ഇനി റിക്വയർഡ് ഓൺ ആക്കി ഇടുക, സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓപ്ഷൻ ഷഫിളാകുന്നതിന് ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഷഫിൾ ഓപ്ഷന് ഓഫായി കിടക്കുകയായിരിക്കും. ഈ 3 ഡോട്ടിൽ ഞെക്കിയിട്ട് നമുക്ക് ഓപ്ഷൻ ആക്കുന്നതാണ് ഷഫിൾ ഓപ്ഷൻ ഓർഡർ. അപ്പോൾ ഓപ്ഷൻ തീർച്ചയായും ഷഫിളാവുന്നതാണ്. ഇവിടെയും ഉണ്ട് 3 ഡോട്ട്സ്, അതിലും ഓപ്ഷൻ ഷഫിൾ ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇപ്പോൾ ക്വിസ് ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഏതാണ് ശരി എന്നതിന് ഗൂഗിളിനെ അറിയിക്കണം. അതിനായി ഇതൊരു ക്വിസ് മോഡലാക്കുക. അതിന് സെറ്റിങ്സിൽ ക്വിസസ് എന്നതിൽ മേക്ക് ദിസ് എ ക്വിസ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രം മതിയാകും. അത് സേവ് ചെയ്യുക. ശേഷം ഇപ്പോൾ ഇവിടെ ഒരു ഓപ്ഷനോട് എക്സ്ട്രാ വന്നിട്ടുണ്ട്, ആൻസർ കീ പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ. അതിൽ ആൻസർ കീ പ്രസ് ചെയ്യുക. ഇതിലേതാണ് ശരി ഉത്തരമെങ്കിൽ അതിന് ടിക്ക് കൊടുക്കുക. ശേഷം എത്ര പോയിൻറ്റ്സാണ് ഈ ക്വസ്റ്റ്യന് കൊടുക്കുന്നതെങ്കിൽ പോയിൻറ്റ്സ് രേഖപ്പെടുത്തുക. ശേഷം ആഡ് എ ഫീഡ്ബാക്ക് എന്ന ഓപ്ഷനുണ്ട്. അതിൽ കുട്ടി തെറ്റിച്ച് കഴിഞ്ഞാൽ എന്താണ് കുട്ടിയോട് പറയേണ്ടത്, അല്ലെങ്കിൽ കറക്റ്റാക്കി കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത് എന്നതാണ്. അപ്പോൾ കറക്റ്റ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു ഗുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി കറക്റ്റാക്കി കഴിഞ്ഞാൽ ഗുഡ് എന്നും, ഇൻകറക്റ്റാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ലീവ് ചെയ്യാനും അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഫസ്റ്റത്തേന് 10 പോയിൻ്റാണ് ഈ ക്വസ്റ്റ്യൻസിന്. ഡൺ എന്ന് കൊടുക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ റെഡിയായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യന് ആൻസർ കീ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻസർ കീയിൽ നെഹ്റു എന്ന് ഓപ്ഷൻ കറക്റ്റ് ആൻസർ കൊടുക്കുക. അതിൻ്റെ മാർക്കും രേഖപ്പെടുത്തുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കിൽ കറക്റ്റ് ആൻഡ് ആൻസറിൽ ഞാൻ ഗുഡ് ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാ ഭാഷയിലും അടിക്കാവുന്നതാണ്. ഞാനിവിടെ ഇംഗ്ലീഷിലാണ് സാധാരണയായി അടിക്കാറുള്ളത്, അതുകൊണ്ട് ഇംഗ്ലീഷിലാണ് ഞാൻ അടിക്കുന്നത്. ഇനി ഡൺ എന്ന് അടിക്കുക. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ശരിയായി. ഇവിടെ ഇപ്പോൾ ഞാൻ 2 ക്വസ്റ്റ്യനെ ചെയ്യുന്നതുള്ളൂ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി ടൈം കൂടുതലാവും, അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഇനി ഇതിൽ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഓപ്ഷൻസ് ഞാൻ ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതാണ്, മോർ ഓപ്ഷൻസ് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ജസ്റ്റ് ബേസിക് പറഞ്ഞാൽ ഇതാണ്. ഇനി ഇതിൽ സെൻഡ്, അത് ആർക്കാണോ സെൻഡ് ചെയ്യണത് സെൻഡ് കൊടുക്കുക. എന്നിട്ട് അതിൽ ഈ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യുക. ഇതിൽ കോപ്പി എന്നുള്ള ഓപ്ഷനുണ്ട്, അത് കോപ്പി ചെയ്യുക. ഈ ഓപ്ഷനാണെങ്കിൽ ഇത് മെയിൽ ഐ ഡി അയക്കാനുള്ളതാണ്, മെയിൽ ടു മെയിൽ. ഇനി ഈ ഓപ്ഷനാണ് നമുക്ക് ആവശ്യം. ലിങ്ക് വാട്സപ്പ് വഴിയോ ടെലിഗ്രാം വഴിയോ ഏത് വഴി വേണമെങ്കിലും അയക്കാവുന്നതാണ്. മെയിലാണെങ്കിൽ ഇതിൽ ഡയറക്റ്റ് മെയിൽ ആർക്കാണ് ടു എന്നുള്ള ഓപ്ഷനിൽ മെയിൽ അയച്ചാൽ മതി. ആൾക്ക് സെൻഡ് എന്ന് കൊടുത്താൽ തന്നെ സെൻഡ് ആവുന്നതാണ്. ഈ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തു. ഇനി നമ്മുടെ വാട്സപ്പ് തുറക്കുന്നു. വാട്സപ്പ് തുറന്നിട്ട് വാട്സപ്പിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അടിക്കുന്നു, അവർക്ക് വിടുന്നു, പേസ്റ്റ് കൊടുക്കുക. ഈ ലിങ്ക്
ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മോർ ഓപ്ഷൻസ് മേലെ വരുന്നതാണ്. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യുക. അത് ടൈം എടുക്കുന്നത് എന്താണെന്നത് ഇങ്ങനെ വരുന്നതാണ്. എന്താ നമ്മൾ കൊടുത്ത ഹെഡിങ്, ക്യൂസിൻ്റെ പേര് AJ Eduon Tech ക്യൂസ്, പിന്നെ ആരാണ് കൊടുത്ത ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തല്ലോ എൻ്റെ പേര്, അങ്ങനെ രണ്ടും വന്നിരിക്കുന്നു. ഇത് സെൻഡ് ചെയ്യുക. അപ്പോൾ അത് സെൻഡായി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാ നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻ റിക്വയർഡ്, അതായത് ഈ സ്റ്റാർ ഇട്ടതൊക്കെ റിക്വയർഡ് ആയിട്ട് കിടക്കും. ഇതിൽ എൻ്റെ പേര് ഞാൻ കൊടുക്കുന്നു, പേര് കൊടുത്തു, ക്ലാസ് കൊടുത്തു. ഇനി ഫസ്റ്റ് ഉത്തരം ഞാൻ തെറ്റിച്ച് കൊടുക്കുന്നതാണ്. പിന്നത്തെ ഉത്തരം ശരിയാക്കിയിട്ടും കൊടുത്തു. ഇനി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്താൽ യുവർ റെസ്പോൺസ് ഹാസ് റെക്കോർഡഡ്, വ്യൂ സ്കോർ പറഞ്ഞിട്ടുണ്ടാകും. വ്യൂ സ്കോറിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മാർക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തെറ്റിച്ചത് കൊണ്ട് ആ ക്വസ്റ്റ്യൻ തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇനി കറക്റ്റ് ആൻസർ ചെയ്തതിന് എനിക്ക് ഗുഡ് എന്നുള്ള ഫീഡ്ബാക്കും വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്തത്. ഇനി വീണ്ടും ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. സബ്മിറ്റ് അനദർ റെസ്പോൺസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതുവരെ പറഞ്ഞത് ക്വിസ് ഉണ്ടാക്കുന്നത് ബേസിക് ലെവലാണ്, ഏറ്റവും ലളിതമായ രൂപത്തിൽ. അപ്പോൾ ഇനി ഈ ക്വിസ് ഉണ്ടാക്കി ക്വിസ് മാസ്റ്റർക്ക് കുട്ടികളുടെ മാർക്ക് അറിയുവാനും അത് മറ്റുള്ളവർക്ക് PDF ആയി സെൻഡ് ചെയ്യാനുമുള്ള മാർഗ്ഗങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. ഈ വീഡിയോ ഭയങ്കര ലെങ്തിയായി, അതുകൊണ്ടാണ് അടുത്ത വീഡിയോ ആക്കുന്നത്. അതിൽ ഈ ക്വിസിൽ കളർ മാറ്റാനുമുള്ള ഓപ്ഷൻസും പിന്നെ ഹെഡർ ഫോട്ടോ വെക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചായിരിക്കും വീഡിയോ. ആ വീഡിയോ കാണുന്നതിനായി, ആ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. So this is Muhammad Edsel signing out. Bye. Have a nice day.